കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നടത്തുന്ന മൗദൂദി വ്യാജ പ്രചരണങ്ങൾ ഏറ്റെടുത്ത് KPCC നേതൃത്വവും മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചെന്ന മുസ്ലിം വർഗീയ സംഘടനകളുടെ വ്യാജ പ്രചരണങ്ങൾ KPCC സർക്കുലറിലും. വിവാദ സർക്കുലറിൽ വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ഒരക്ഷരം പോലുമില്ല. ഒക്ടോബർ 5 മുതൽ 20 വരെ KPCC നടത്തുന്ന ക്യാമ്പയിന്റെ സർക്കുലറിലാണ് വിവാദ പരാമർശങ്ങളുള്ളത്. KPCCയുടെ വിവാദ സർക്കുലർ കൈരളി ന്യൂസിന്. കടുത്ത ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ച് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് CPIM അതിവേഗം രൂപപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയെയും അവിടുത്തെ ജനങ്ങളെയും അധിക്ഷേപിച്ച മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്നും ബോധപൂർവമായ ഇടപെടലുകൾ ഇതിനു പിന്നിലുണ്ടെന്നുമാണ് KPCCയുടെ സർക്കുലർ. അഭിമുഖത്തിൽ അത്തരമൊരു ഭാഗം പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നിഷേധിച്ചു. അഭിമുഖം പ്രസിദ്ധീകരിച്ച ദേശീയ ദിനപത്രം തെറ്റുതിരുത്തി ഖേദപ്രകടനവും നടത്തി. എന്നിട്ടും PV അൻവറിന്റെയും മുസ്ലിം തീവ്രവാദ സംഘടനകളുടെയും വ്യാജ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. RSSും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും നടത്തുന്ന വർഗീയ ചേരിതിരിവിന് എരിവു പകരുന്നതാണ് KPCC സർക്കുലറിലെ പരാമർശങ്ങൾ. സർക്കാരിനെതിരെ വരും ദിവസങ്ങളിൽ നടത്തുന്ന പ്രചരണത്തിന്റെ മുഖ്യ അജണ്ടയായും കോൺഗ്രസ് ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു മഴവിൽ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നുവെന്ന CPIM ആരോപണം ശരിവെക്കുന്നതാണ് സർക്കുലറിലെ പരാമർശങ്ങൾ. അതേസമയം വിവാദ സർക്കുലറിൽ വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ഒരു അക്ഷരം പോലുമില്ല. ദുരന്തം നടന്ന് 2 മാസം പിന്നിട്ടു. പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച് മടങ്ങിയ ശേഷം മറ്റു പല സംസ്ഥാനങ്ങൾക്കും കോടികളുടെ സഹായവും പ്രഖ്യാപിച്ചു. എന്നിട്ടും കേരളത്തെ കേന്ദ്രം അവഗണിച്ചു. ഇതിനെതിരെ ഒരു വരി പോലും KPCC സർക്കുലറിൽ പറയുന്നില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.